കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം അർപ്പിക്കുകയാണ്. പ്രാർത്ഥനയോടും ദൈവാശ്രയത്തോടും കൂടി ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 19-ാമത് വാക്യം ഇങ്ങനെ പറയുന്നു: ആകയാൽ നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിന് മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളും, എന്നാൽ കർത്താവിൻ്റെ സമ്മുഖത്തു നിന്ന് ആശ്വാസകാലങ്ങൾ വരികയും. ഈ വാക്യങ്ങൾക്കാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. പത്രോസ് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 3-ാം അധ്യായത്തിൽ ഈ ഭാഗം നമുക്കറിയാം. ഒരു മുടന്തനെ സൗഖ്യമാകുന്നതിനെ പ്രതി ഉണ്ടാകുന്ന ചില വിഷയങ്ങൾ അതിനകത്ത് പരാമർശിക്കപ്പെടുന്നുണ്ട്. അങ്ങനെ വന്ന ചോദ്യങ്ങൾക്ക് പത്രോസ് എന്ന ദൈവമനുഷ്യൻ പറയുന്ന മറുപടികളിൽ ഒരു ഭാഗമാണ് നമ്മളിന്ന് സ്തോത്രം പ്രഭാതത്തിൽ വായിപ്പാൻ തക്കവണ്ണം ഇടവരും. നിങ്ങൾക്ക് ആശ്വാസകാലങ്ങൾ വരും. നിങ്ങൾക്ക് ഒരു ആശ്വാസം ജീവിതത്തിലുണ്ടാകും, ഒരു നന്മയുണ്ടാകും, ഒരു വിടുതലുണ്ടാകും. ആശ്വാസകാലത്തിന് ഇവിടെ പറയുന്നൊരു പ്രയോഗം റീഫ്രഷിങ് എന്നാണ്. ഇംഗ്ലീഷിൽ പറയുന്ന റീഫ്രഷിങ് എന്നാണ്. അതിൽ ഉന്മേഷമെന്നോ ഉണർവെന്നോ ഒക്കെ അർത്ഥമുണ്ട്. സ്തോത്രം. അപ്പം ശ്രദ്ധിക്കപ്പെടുക, ഇത് സംഭവിക്കണമെങ്കിൽ, ആശ്വാസകാലങ്ങൾ വരണമെങ്കിൽ, ഉണർവ് വരണമെങ്കിൽ, ഇല്ലെങ്കിൽ സ്തോത്രം ഉന്മേഷദായകമായ ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ വരണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? നമ്മുടെ ജീവിതത്തിനകത്ത് മാനസാന്തരം ഉണ്ടാകണം. പ്രൈസലോ, നിങ്ങൾ ദൈവത്തിങ്കിലേക്ക് തിരിയണം. ഇതാണ് അവിടെ പറയുന്നത്. നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിന് മാനസാന്തരപ്പെട്ട് ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞാൽ മാത്രമേ ദൈവത്തിൽ നിന്നൊരു ആശ്വാസകാലം വരികയുള്ളൂ. ദൈവം എപ്പോഴും നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒന്നാണ് ശുദ്ധീകരണം. ശുദ്ധീകരണം കൂടാതെ ആരും ദൈവസന്നിധിയിൽ എത്തുന്നില്ല. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, ദൈവത്തിൻ്റെ വിടുതലുകൾ കൃത്യമാണ്, ദൈവത്തിൻ്റെ നന്മകൾ കൃത്യമാണ്. അത് നമ്മളിലേക്ക് വരും, നമ്മുടെ ജീവിതത്തിലേക്ക് അത് വെളിപ്പെട്ട് വരും, സത്യമാണ്. പക്ഷേ നമ്മൾ മാനസാന്തരപ്പെട്ട് തന്നെയാകണം. ദൈവത്തിങ്കിലേക്ക് തിരികെ തന്നെ വേണം. എന്തുവാ മാനസാന്തരപ്പെടുക, എന്തുവായി തിരിക എന്ന് പറയുന്നത്? ലൂക്കോസ് എഴുതിയ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 11 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ അവിടെ പറയുന്നു, മുടിയൻ പുത്രൻ എന്ന് നമ്മൾ പറയുന്ന ഒരു ഭാഗമുണ്ട് അല്ലേ? സ്തോത്രം. അവനുള്ളതെല്ലാം നഷ്ടപ്പെടുത്തി. ആ ദേശത്ത് ക്ഷാമം വന്നു. കയ്യിൽ നിന്നുള്ളതെല്ലാം നഷ്ടപ്പെട്ടു. ഒരിടത്തൊരു മനുഷ്യനെ ആശ്രയിച്ച് അവൻ്റെ വയലിൽ പന്നികളെ മേയ്ക്കുവാൻ വേണ്ടി പോയി. സ്തോത്രം. പന്നികളെ മേയിച്ച് അതിൻ്റെ വാള വരെ തിന്നുവാൻ അവൻ ആഗ്രഹിച്ചിട്ട് ആരും അവനത് കൊടുത്തില്ല. അപ്പോഴവന് സുബോധം വന്നു എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. സുബോധം വന്നു. അവൻ പറയുകയാണ്, ഞാൻ എൻ്റെ അപ്പൻ്റെ അടുക്കൽ പോകും, അപ്പനോട് ഞാൻ പറയും, അപ്പ ഞാൻ നിന്നോടും സ്വർഗത്തോടും പാപം ചെയ്തിരിക്കുന്നു. ഇനി നിൻ്റെ മകനെന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനല്ല. ഒരു കൂലിക്കാരനെ പോലെ എന്നെ കണ്ടാൽ മതി എന്ന് ഞാൻ അവനോട് പറയും എന്ന് പറയുന്ന ഭാഗം വരെ, സുബോധം വന്നു എന്ന് പറയുന്നത് മുതൽ ഈ പറയുന്ന ഞാൻ എൻ്റെ അപ്പൻ്റെ അടുക്കൽ പോകുമെന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. അവിടം വരെ മാനസാന്തരമാണ്. അവിടം വരെ അവൻ ബോധത്തോടുകൂടെ ദൈവത്തോട്, സുബോധം വന്ന് ദൈവത്തോട് സംസാരിക്കുകയാണ്. അവൻ ദൈവത്തിങ്കിലേക്ക് വരാൻ അവൻ ആഗ്രഹിക്കുകയാണ്. ഇതാണ് മാനസാന്തരപ്പെടുക എന്ന് പറയുന്നത്. രണ്ടാമത് പറയുന്നൊരു കാര്യമാണ്, മാനസാന്തരപ്പെട്ടാൽ മാത്രം പോരാ, അവൻ ദൈവത്തിങ്കിലേക്ക് തിരിയണം. എന്തുവാ ഈ മുടിയൻ പുത്രൻ ഇവിടെ തിരിഞ്ഞെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലൂക്കോസ് 15:20 പറയുന്നു, സ്തോത്രം, അവൻ പറയുക മാത്രമല്ല, അവന് ചിന്തിക്കുക മാത്രമല്ല, അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് അപ്പൻ്റെ വീട്ടിലേക്ക് അവൻ പോകുന്നതിനെയാണ് തിരിയുക എന്ന് പറയുന്നത്. ഏറ്റു പറഞ്ഞതുകൊണ്ട് മാത്രം കാര്യമില്ല, സ്തോത്ര സുബോധം വന്നതുകൊണ്ട് മാത്രം കാര്യമില്ല. ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേറ്റ് എവിടേക്ക് പോകണം? അപ്പൻ്റെ വീട്ടിലേക്ക് പോകുന്ന യാത്രയ്ക്ക് പറയുന്ന പേരാണ് ദൈവത്തിങ്കിലേക്ക് തിരിയുക എന്ന് പറഞ്ഞാൽ. മാനസാന്തരവും ദൈവത്തിങ്കിലേക്ക് തിരിയുകയും നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഞാൻ നിങ്ങളോട് പറയാം, ദൈവത്തിൻ്റെ ആശ്വാസകാലം നമ്മുടെ അടുക്കൽ വരും. നമ്മളെ റീഫ്രഷ് ആക്കുന്ന ഒരു ദൈവമുണ്ട്. നമ്മളെ സ്തോത്രം വിടുവിക്കുന്ന ഒരു കർത്താവ്, ഉന്മേഷം നൽകുന്ന ഒരു ദൈവമുണ്ടെന്നുള്ള കാര്യം മറക്കരുത്. അതിനുവേണ്ടി കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ സന്ദേശത്തിനായിട്ട് സ്തോത്രം. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തരികയാണ്. അവിടെ നിന്ന് ഞങ്ങളെ സഹായിച്ച് ബലപ്പെടുത്തി ശക്തീകരിക്കണം. എല്ലാവിധ നന്മകളെ കൊണ്ട് നിറയ്ക്കും. എല്ലാ മഹത്വവും കർത്താവിന് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.